ഹലോ, ഇന്നത്തെ വീഡിയോ എന്താന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയാം, നമ്മൾ ഇന്നൊരു മിറർ ബോൾ പ്ലാന്റർ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി മെയിനായിട്ട് ഈ ഒരു ഫിഷ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ വേണ്ടത് ഈ ഒരു മിററാണ്. മിറർ ഇല്ലാണ്ട് എങ്ങനെയാ മിറർ ബോൾ ഉണ്ടാക്കുക? അപ്പം മിറർ വേണം. പക്ഷെ ഞാൻ ഈ ഒരു മോഡൽ അല്ല ഉദ്ദേശിച്ചത്, നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇനി ഈ മിറർ പീസൊക്കെ ഫിഷ് ബൗളിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണും ഗ്ലൂ സ്റ്റിക്കും ആണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ഫെവിക്കോൾ ആണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫെവിക്കോൾ ആയിരിക്കും ബെറ്റർ എന്ന്. കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതിലേക്ക് ഈ മിറർ വരുന്ന പാക്കറ്റ്സ് ഒക്കെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫുൾ പാക്കറ്റിന്റെ റേറ്റ് വരുന്നത് 50 ആണ്. അങ്ങനത്തെ 4 പാക്കറ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിക്കുന്ന സമയത്ത് ഇത് എത്ര പാക്കറ്റ്സ് വാങ്ങിക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എത്ര പാക്കറ്റ്സ് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ആലോചിച്ച് ഞാൻ വിചാരിച്ച് 4 എന്തായാലും വാങ്ങിക്കാം. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാം, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ 4 പാക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ അന്വേഷിച്ച് കുറേ ഷോപ്പിൽ കയറി. അതായത് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ സ്ക്വയർ ഷേപ്പ് ഇല്ല, റൗണ്ട് ഷേപ്പ് മാത്രമേ കിട്ടാനുള്ളൂ. അങ്ങനെ നോക്കി ലാസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി. വാങ്ങിച്ച 4 പാക്കറ്റിൽ ഒരു പാക്കറ്റിലുള്ള മൊത്തം മിറേഴ്സും ഞാൻ ഈ ഒരു ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മിററിന്റെ സൈസിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര കുഞ്ഞാണ്. എൻ്റെ കയ്യിലുള്ള മിറർ മിററിന്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മിറർ എന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണി കൂടും. ഇത് ഒട്ടിച്ച് വരാൻ നല്ലൊരു സമയം പിടിക്കും. വലുതാവുമ്പം എന്നാലും ഏരിയ കവർ ചെയ്ത് പോകും, ചെറുതാവുമ്പം നല്ല ടൈം എടുക്കും. അങ്ങനെ എല്ലാം എടുത്തു വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഒരു 3-4 ഒട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അത്ര പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല എന്ന്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്ലൂ അവിടെ വെച്ച് അതൊന്ന് ഡ്രൈ ആവുന്നതിന്റെ മുന്നേ നമ്മൾ അതവിടെ ഒട്ടിക്കണം. ഒട്ടിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മളിങ്ങനെ കുറച്ച് അധികം പ്രഷർ കൊടുത്തിട്ട് എടുത്ത് കളയണം. ഞാനാണെങ്കിൽ ഗ്ലൂ ഗണ്ണ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ലായിരുന്നു. ഒരു റോ കവർ ചെയ്യാൻ തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുക, ഇനിയിപ്പോൾ ഇത് മൊത്തം കവർ ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കൂ. പിന്നെ നിങ്ങൾക്ക് കലണ്ടർ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഞാൻ ഫെബ്രുവരിയിൽ തുടങ്ങിയ സംഭവമാണ്. നിങ്ങളാണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വീഡിയോസിലൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം എത്രയോ മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണിത്. ഇനി ഈ ഫിഷ് ബൗളിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് കുറേ മുന്നേ ഇവിടെയുള്ള സംഭവമാണ്. ഇവിടെ ആണെങ്കിൽ ഫിഷോ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ഇട്ട് വെക്കാറുമില്ല. പ്ലാന്റോ കാര്യങ്ങളൊന്നും ഇതിലിട്ട് വെച്ചിട്ടുമില്ല. അങ്ങനെ ഒരു യൂസ് ഒന്നും ഇല്ലാണ്ട് സൈഡിലായിട്ട് കിടന്നിട്ടുള്ളൊരു സംഭവമാണിത്. ഇത്ര തന്നെ ഒട്ടിച്ച് കഴിയാൻ കുറച്ചധികം സമയമായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇത് ചെയ്തിട്ടൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം കുറേ ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുമ്പം തന്നെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. ഇനിയിപ്പോൾ ഇത് എടുത്തു കളഞ്ഞിട്ട് ഫസ്റ്റ് മുതൽ ഒന്നുകൂടി ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം പിന്നെ ഇങ്ങനെ തന്നെ മതി, എൻഡ് പ്രൊഡക്റ്റ് എങ്ങനെയാ നോക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തന്നെ വെച്ചു. അന്നത്തെ ദിവസം ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടോ, ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പൊടി പോലെ അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ നോക്കി. അപ്പം വെയിലത്ത് കാണുമ്പോൾ അത്ര ഗ്യാപ്പുള്ള പോലെ ഒന്നും തോന്നുന്നില്ല. മൊത്തം കാണുമ്പം കുഴപ്പമില്ലാത്ത പോലെ തോന്നി. അപ്പം എനിക്ക് കുറച്ച് സമാധാനമായി. ഇനിയിപ്പോൾ മൊത്തം ചെയ്ത് കഴിയുമ്പം കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. അപ്പം മുതൽ എനിക്കിത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണണം, അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. പക്ഷേ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിയണം, പെട്ടെന്ന് തീരണം എന്നൊക്കെ വിചാരിച്ചാലും തീരുന്നൊരു സംഭവം അല്ല ഇത്. ഇനിയിപ്പോൾ ഇത് വേറൊരു ദിവസമാണ്, എനിക്ക് ഫ്രീ ആയിട്ടുള്ള വേറൊരു ദിവസം ഞാൻ വീണ്ടും പറ്റുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ചെറുതായിട്ട് സ്ഥലമൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചെയ്യുന്നതിനേക്കാട്ടും കുറച്ചുകൂടി ഇവിടുന്ന് രസം തോന്നി. കാരണം ഇവിടെ സൺലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ചെയ്യാം. പ്ലഗും അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു സെറ്റപ്പാണ്. പിന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആമസോണിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. 699 799 അങ്ങനെ എന്തോ ആ റേറ്റ് വരുന്നത്. ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിററിൻ്റെ സംഭവം വാങ്ങിക്കാൻ തന്നെ 200 rupees-ആയി. പിന്നെ ആ ഫിഷ് ബൗളിൻ്റെ റേറ്റ് എനിക്ക് അറിയില്ല. അതിവിടെ ആദ്യം ഉള്ളതുകൊണ്ട് എനിക്ക് റേറ്റ് അറിയില്ല. അതിനും എന്തായാലും ഒരു പൈസ ഉണ്ടാവും. ഇനി ഇപ്പോൾ ഗ്ലൂ ഗണ്ണ്, ഗ്ലൂ അതൊക്കെ വിചാരിച്ചാലും ഏകദേശം ഒരു പൈസ ആവുന്നുണ്ട്.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അത്ര ടൈം അല്ല, കുറേ അധികം ടൈം എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആമസോണിൽ ഓർഡർ ചെയ്യുന്നതല്ലേ, അതാവുമ്പം ഇത്രയൊരു ഇതില്ലല്ലോ എന്നൊക്കെ വിചാരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാനടക്കം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അത്രയും ടൈം എടുത്തിട്ട് ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും, ഭംഗി ഉണ്ടാവുമോ, ഭംഗി ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടൈം എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. ഇത് വെച്ചിട്ട് വേറൊരു സിറ്റുവേഷൻ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, അതിപ്പോൾ അത്രയും ടൈം എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ നമ്മൾ നല്ല മാർക്കിൽ പാസ്സാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷം ഉണ്ടാവില്ലേ? ഏകദേശം അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷേ വാങ്ങിച്ചിട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമല്ല നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കിട്ടുമ്പം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് കുറേ അധികം ടൈം എടുക്കുന്നതിനോടൊപ്പം തന്നെ അതൊരു രസമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വെക്കേഷനൊക്കെയാണ് വരുന്നത്, ഫ്രീ ടൈം കുറേ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാൻ നോക്കുക. പക്ഷെ നിങ്ങൾ ഇത്ര വലുത് ചെയ്യണമെന്നില്ല, അതായത് സൈസ് ഇത്ര വലുതായിട്ടുള്ള ചെയ്യണമെന്നില്ല, കുഞ്ഞ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ നോക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെയിലത്താണല്ലോ ചെയ്യുന്നത്, അപ്പം ഇതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ നല്ല ഭംഗി. എനിക്ക് അത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണണം, അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മനസ്സിൽ വിചാരിച്ച പോലെ തീരുന്നുമില്ല. അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കയ്യിലുള്ള മിററിനെക്കാട്ടും കുറച്ചുകൂടി കുഞ്ഞ് മിററാണ് ഇപ്പോൾ ഉള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻസും കാണാനുണ്ട്. ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കുഞ്ഞു കുറേ വരുന്നുണ്ട്, മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടി പ്രിറ്റിയാണിത്. പിന്നെ ആണെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ ഇടാനാണ് മനസ്സിൽ വിചാരിച്ചത്. 2 ലോങ് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. പക്ഷേ 2 ലോങ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. നിങ്ങളാണെങ്കിൽ കറക്റ്റ് 4 ദിവസം, അതായത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് 4ാമത്തെ ദിവസം നിങ്ങൾ വരും അടുത്ത ലോങ് വീഡിയോ എവിടെയെന്ന് ചോദിച്ച്. ആഗ്രഹമുണ്ട് വീക്ക്ലി 2 ലോങ് വീഡിയോ ഒക്കെ ഇടാൻ, പക്ഷേങ്കിൽ സമയം വേണ്ടേ. ഷോർട്സിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ഡെയിലി ഷോർട്സ് ഇടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റൂല, കാരണം എൻ്റെ എല്ലാ ദിവസവും സെയിമാണ്. അപ്പം ഞാൻ വിചാരിക്കും ഇതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ, കാരണം എൻ്റെ ഒരു ഡേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നടക്കാറില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ അന്നത്തെ ഒരു ദിവസം ചെയ്ത സംഭവം. കുറച്ചധികം ചെയ്തിട്ടുണ്ട്, മറ്റേ ദിവസത്തേനേക്കാളും കുറച്ചധികം ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിത് കാണുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി മിററൊന്നും ഒറ്റ പീസ് പോലും പോക്കാണ്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല അത് മൊത്തം മിറർ പീസും കൊണ്ട് ഇത് ഫുള്ളാവുമെന്ന്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അവിടെ എൻഡ് ചെയ്തു. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. ഇനിയിപ്പം ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒരു ദിവസം നൈറ്റിൽ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിരുന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. അറ്റ് ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നോട്ട് പെർഫെക്റ്റ്, അങ്ങനെ തന്നെ ഞാൻ പറയാം, പെർഫെക്റ്റ് അല്ല. പക്ഷേ ആസ് എ ഹോൾ നോക്കുമ്പോൾ ആ ഒരു ഇംപെർഫെക്ഷൻ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ആസ് എ ഹോൾ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നില്ല എന്ന് പറയണം കേട്ടോ, തമാശയല്ല. പക്ഷേ ഇംപെർഫെക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, ബട്ട് കുഴപ്പമില്ല, അങ്ങനെ പറയാം. നെക്സ്റ്റ് നിങ്ങൾ ആ ടീഷർട്ട് കണ്ടോ, അതിലെ പിക്ചർ കണ്ടോ? 2 മിറർ ബോൾ അല്ലേ അത്? 2 ദിവസം മുന്നേ മാക്സ് പോയപ്പോൾ ആ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു. 200 250 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, കറക്റ്റ് അതിനൊത്ത ഒരു ടീഷർട്ടും കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞു മിറർ ബോൾ ഞാൻ അൺബോക്സ് ചെയ്ത വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണിത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹോം ഡെക്കോർ പീസ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ ഒക്കെ മുന്നേ നമുക്ക് ഇതിലൊരു പ്ലാന്റ് വെക്കണം. ഞാൻ ആക്ച്വലി മണി പ്ലാന്റ് വെക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മണി പ്ലാന്റ് എടുത്ത് കട്ട് ചെയ്ത് എനിക്ക് മടിയായി. പിന്നെ ഇതവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ മണി പ്ലാന്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. മണി പ്ലാന്റ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇതിലേക്ക് വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. എങ്ങനെയുണ്ട് പ്ലാന്റൊക്കെ വെച്ചപ്പോൾ? എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ, ഭംഗിയായിട്ടില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയാം. കാരണം അത്രയും ടൈം ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത്, ഞാൻ തന്നെ ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ തന്നെ ഒരിതാണ്. എന്നെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര മടിയുള്ളൊരു ടൈപ്പ് ആളാണ്. അപ്പം വെറുതെ കളയാൻ വേണ്ടി വെച്ച സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തെന്ന് പറയുന്നത് കുറച്ച് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി കുഞ്ഞു മിറർ ബോൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാങ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാനൊരു ഇങ്ങനത്തെ ഒരു ത്രെഡിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ 12 പീസും കെട്ടിയിട്ട് ഈ ഒരു ഹോൾ സംഭവം
എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടണം. പക്ഷേ ആ തൂക്കിയിടാൻ പറ്റിയ സ്ഥലം എൻ്റെ റൂമിലില്ല. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ ഫിക്സ് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ടെമ്പററി ആയിട്ട് ചെയ്തൊരു ഡെക്കോർ പീസ് ആണ്. ഞാൻ ചിലപ്പം ഇത് ചേഞ്ച് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും രീതിക്ക് ചെയ്യും. എന്തായാലും ഞാൻ വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. ഇനി നിങ്ങൾ എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനോ സ്റ്റഡി വ്ളോഗ് ചെയ്യാനോ പറയണ്ട. ഇതിലേതെങ്കിലും ഒന്നാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. സോ ഇത്രയും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നാലും ഞാൻ നെക്സ്റ്റ് വീഡിയോ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.